പിറ്റേ ദിവസം രാവിലെ, അതായത് ഞങ്ങൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ തിരിക്കുന്ന ദിവസം തന്നെ ഇവിടെ വരും എന്ന കണക്കൂട്ടൽ. ഒരു ദിവസം ഇതിൻ്റെ ഇടയിൽ കഴിയും. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം കൂടെ അധികമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അമേരിക്ക ആയതുകൊണ്ട് എളുപ്പമൊന്നും അങ്ങനെയല്ല. നമ്മുടെ ഗ്രീനിച്ച് മീൻ ടൈം അങ്ങനെ വരുമ്പോൾ കവർ ചെയ്യുമ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞേ നമ്മൾ എടുത്തുള്ളൂ. പക്ഷേ 27ന് ഏർലി മോർണിംഗ് തിരിച്ച ഞങ്ങൾ 27th ഈവനിങ് ഇവിടെ വന്നു. ഈവനിങ് വന്നെന്ന് പറഞ്ഞാൽ അപ്പം നാട്ടിൽ അവിടെ 28th തീയതി. അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ 28ാം തീയതി ആയി ഞങ്ങൾ വരുമ്പോൾ. പക്ഷേ 27 തന്നെ ഇവിടുത്തെ കലണ്ടറിനനുസരിച്ച് ഞങ്ങളിവിടെ വന്നു. 27ന് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റു. ഉറക്കമെന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കത് വളരെ വല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അവിടുത്തെ പകല് ഇവിടെ നൈറ്റും, ഇവിടുത്തെ നൈറ്റ് അവിടെ ഡേയുമാണ്. അതാണ് പ്രശ്നം. കറക്റ്റ് 12.5 മണിക്കൂർ വ്യത്യാസമുണ്ട് ഈ പോർട്ട്ലൻഡും നമ്മുടെ പോർട്ട്ലൻഡിലെ ടൈമും നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ ടൈമും തമ്മിൽ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ട്രാൻസിഷൻ നമ്മൾ കുറേ സമയം എടുക്കും. കാരണം നമ്മൾ മെഡിസിൻസ് കഴിക്കും. ഇപ്പോൾ ഞാൻ രാവിലെ ഈ ഹൈപ്പർ ടെൻഷന് കഴിക്കുന്ന മരുന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴാണ് പിറ്റേന്ന് ഇവിടെ രാത്രിയായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം അത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അതൊരു 2 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു പരിചയമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അത് മാനേജ് ചെയ്തു. അങ്ങനെ രാവിലെ ഞങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈം നോക്കുമ്പോൾ രാവിലെ ഇവിടുന്ന് ഞങ്ങൾ ഒരു 8 മണിക്ക് നടക്കാൻ പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നടക്കാൻ പോകുന്ന സ്ഥലമൊക്കെ മോൻ പറഞ്ഞു തന്നു എങ്ങോട്ട് പോകണമെന്നൊക്കെ. അപ്പോൾ ഇത് ഈ ഇവിടുന്ന് നേരെ ഞങ്ങൾ ചെന്ന് മെയിൻ റോഡൊന്ന് കട്ട് ചെയ്തിട്ട് നേരെ എതിർവശത്തോട്ടുള്ള ഭാഗത്ത് പോയാൽ അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാർക്ക് നോക്കി നടക്കുകയാണ്. ആദ്യം നടക്കാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ റോഡിൽ ആരുമില്ല. നടന്നു പോകുന്ന ആളുകളെന്ന് പറയുന്നത് നടക്കാൻ വരുന്ന നമ്മുടെ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ തന്നെ ഉള്ളത്. അവരെല്ലാം ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞിട്ടേ അവർ പോവുള്ളൂ. അവർ വളരെ മര്യാദയാണ് ആ രീതിയിൽ. അപ്പോൾ ഞങ്ങളും അവരുടെ അടുത്ത് മറുപടിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ സായിപ്പന്മാരുടെ മോഡലിൽ ഇങ്ങനെ പോവുക, വേഷം മാത്രം കണ്ടാൽ ഇന്ത്യക്കാരാന്ന് തിരിച്ചറിയാം. അങ്ങനെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ എൻ്റെ കൂടെയുള്ള ഇവർ രണ്ടുപേരും കൂടെ ചൂണ്ടിക്കാണിക്കുന്നു, ആപ്പിൾ കിടക്കുന്നു. ഇത് ആപ്പിളല്ലേ? ഞാൻ നോക്കിയ ആപ്പിളാണ്. നോക്കിയപ്പോൾ റോഡ് സൈഡിലാണ്, റോഡിൻ്റെ പുറമ്പോക്ക്. നമ്മൾ ഈ റോഡ് പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേലിക്കെട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പുറത്തുള്ള പ്രോപ്പർട്ടി വേർതിരിച്ചിട്ടുണ്ട്. ആ അപ്പുറത്തുള്ള ആ ഫെൻസിങ്ങിൽ നിന്ന് ഏതാണ്ട് ഒരു 15 അടിയോളം റോഡിലേക്ക് മാറിയാണ് ഈ ഒരു മരം നിൽക്കുന്നത്. നോക്കിയപ്പോൾ മരത്തിൽ നമ്മുടെ ഇറുങ്ങ് പിടിച്ച് കിടക്കുന്ന മാതിരി ആപ്പിൾ പിടിച്ച് കിടക്കാം. നല്ല ചുവന്ന ആപ്പിള് കേട്ടോ, പച്ചയും ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ആപ്പിൾ പറിച്ച് നമുക്ക് പറിക്കാമെന്ന് നോക്കിയപ്പോൾ ഇത് ആർക്കും വേണ്ട, റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്. ഒന്ന് പറിച്ച് നോക്കാം. ഇതുവരെ ജീവിതത്തിൽ പലയിടത്തും ഞാൻ ആപ്പിൾ മരം കണ്ടിട്ടുണ്ട്, ആപ്പിൾ പിടിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ധാരാളം കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് പറിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, പറിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ മറ്റൊരുപാട് രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ലോകത്ത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കുളു മണാലി, അവിടെ ഞാൻ ശരിക്കും ആപ്പിൾ പിടിച്ച് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കിത് പറിക്കാനുള്ള ഒരു അനുവാദം ഇല്ല. ഇതെന്താണെന്നറിയാം, ഇത് ആർക്കും വേണ്ടാതെ നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ. ഞങ്ങളെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു മരം, ആപ്പിൾ മരം. നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരാദ്യം ആപ്പിൾ പറിച്ചു കേട്ടോ. പറിച്ച് തിന്ന് നല്ല രുചിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ആഗ്രഹം വന്നു, ഞാനും ഈ ആപ്പിൾ പറിച്ചു. അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു, ഈ ആപ്പിൾ പറിക്കുന്നതും ആ മരവും ഒക്കെ. ആ മരത്തിൽ ഇപ്പോഴും നിറച്ച് ആപ്പിൾ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ പറിച്ചാലൊന്നും ഇതൊന്നും തീരുകയില്ല. അപ്പം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചെറിയ ബാഗിൽ നിറച്ചങ്ങ് ആപ്പിൾ പറിച്ചു വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സിനിമയിൽ ശ്രീനിവാസൻ പണ്ട് പിന്നെ ശ്രീനിവാസനോട് സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അതായത് ഒരു ചാക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നെന്ന് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നുണ്ട്, ഒരു ചാക്ക് എടുത്താൽ മതിയായിരുന്നെന്ന്. കാരണം അത്രത്തോളം ആപ്പിള്. ഈ ആപ്പിളിൽ പലതിലും ഈ പുഴുക്കുത്ത് പോലെ ചെറിയ കുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ, ഇതിന് വിഷം അടിക്കുന്നതല്ല. കാരണം ഇത് ആർക്കും വേണ്ടാതെ നിൽക്കുന്ന ഒരു മരമല്ലേ, റോഡ് പുറമ്പോക്കി നിൽക്കുന്ന മരം. ആർക്കും വേണമെങ്കിൽ പറിക്കാം. അവിടെ ആരും പറിക്കത്തില്ലത്. നമ്മളിത് കണ്ടിട്ടില്ലാത്തത് കൊണ്ടും യഥാർത്ഥത്തിൽ ദാരിദ്ര്യവാസികളെന്ന് പറയാവുന്നതുകൊണ്ടും ഈ ആപ്പിൾ നമ്മൾ പറിച്ചെന്നുള്ളേ ഉള്ളൂ. ഈ പുഴുക്കുത്ത് ഉള്ളത് യഥാർത്ഥത്തിൽ അത് നല്ല ആപ്പിളാണ്. അതിൻ്റെ കാരണം ഞാൻ
കാശ്മീരിൽ പോയപ്പോൾ ഞാൻ ഈ തോട്ടങ്ങളെ കുറിച്ച് അന്വേഷിച്ചു, ആപ്പിൾ തോട്ടം. അപ്പോൾ എനിക്ക് അവിടുത്തെ ഡ്രൈവർ അന്ന് പറഞ്ഞു തന്നു, സാർ അത് മുഴുവൻ ഭയങ്കര ഹൈലി പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് അടിച്ചു കയറ്റും, 2-3 തവണ അടിക്കും. ഇതിൻ്റെ പൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ നണി അങ്ങോട്ട് വരുമ്പം മുതൽ ഒരു 3 സ്റ്റേജിൽ വിഷം അടിക്കും. വിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല, അത്ര വലിയ വിഷമാണ്. ആ ആപ്പിളാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. നേരെ മറിച്ച് ഈ ആപ്പിൾ ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ കേടില്ലാത്ത ഭാഗം അങ്ങോട്ട് നോക്കണം. ചെറിയ കുത്തൊക്കെ ഉള്ളൂ, അങ്ങ് കളഞ്ഞാൽ മതി. അത് കളഞ്ഞാൽ വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ആപ്പിൾ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ കഴിച്ചിട്ടുമില്ല. അത് അത്രയും ടേസ്റ്റാണ്. കാരണം എന്താണെന്നറിയാം, പിന്നെ സേഫാണ്, ഇതിനകത്ത് ഒട്ടും വിഷമില്ല. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ പറിച്ചു. ഇത് പിന്നെ ഞങ്ങളൊരു തുടർക്കഥയാക്കി. പിറ്റേന്ന് നോക്കി ആവശ്യത്തിനൊക്കെ പറിച്ചുകൊണ്ട് വന്നു ആപ്പിള്. അപ്പം കടയിൽ പോയി വാങ്ങിച്ചാലും വലിയ വിലയില്ല കേട്ടോ. ഒരു പൗണ്ടിന് ഏതാണ്ട് $2 ഒക്കെ വിലയുള്ളൂ. അപ്പോൾ $2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു 1/2 കിലോ കഴിയാൻ അല്പം കൂടുതൽ വരും. $2 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 170 രൂപ, 176 രൂപ വരും. അപ്പോൾ 1/2 കിലോ ആപ്പിളിന് അത്രയും വിലയുള്ളൂ. അത് ഏതാണ്ട് ആ വില തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് വിഷമില്ലാത്ത സാധനം കിട്ടുകയും ചെയ്യും. അങ്ങനെ അതുമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഈ ആപ്പിളും കടിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ നടന്ന എത്ര എന്നറിയോ, അങ്ങനെ ഒരു 6 കിലോമീറ്റർ ഓളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ള രീതിയിൽ നടന്നു. അന്ന് ഞങ്ങൾക്ക് ഈ പാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു സ്കൂൾ സോണാണ്. ഞങ്ങൾ നോക്കുമ്പോൾ വലിയ ഗ്രൗണ്ട് വിശാലമായിട്ട് കിടക്കുക. ഇതായിരിക്കും പാർക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഇവിടെ ഈ ഹാലോവീൻ എന്ന് പറയുന്ന സമയമാണ്. ഹാലോവീൻ എന്ന് കേട്ട് കാണുമല്ലോ. ഇവരുടെ ഒരു വലിയ ആചാരമാണ് ഈ അമേരിക്കയിൽ. ഒക്ടോബർ മാസം ആണ് ഹാലോവീൻ്റെ ആ പരമോന്നതമായ ദിവസം എന്ന് പറയുന്നത്. അത് ഉന്നതിയിലെത്തുന്നത് ഒക്ടോബറിലാണ്. ഈ ഒരു ആഗസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഹാലോവീൻ്റെ ഒരുക്കങ്ങൾ അവർ തുടങ്ങും. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ആ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു വലിയ ഒരു ഷോപ്പ്, അവിടെ ഒരു വലിയ അസ്ഥികൂട് നിർത്തിക്കുക. അതാണ് ഈ ഹാലോവീൻ്റെ പ്രത്യേകത. ഇത് ഈ രീതിയിൽ വികലമായിട്ടെല്ലാം കാണിക്കും. പിന്നെ നമ്മുടെ ഈ ഡെഡ് ബോഡിയൊക്കെ കിടത്തി തള്ളിക്കൊണ്ട് പോകുന്ന ഈ വെഹിക്കിളുണ്ടല്ലോ, വണ്ടി, ഇല്ല 4 കാലയിൽ പോകുന്ന നമ്മുടെ ഇതിലെ മിച്ചർ വണ്ടി പോലെ ഉള്ള വണ്ടി, ആ വണ്ടി ഒരെണ്ണം അതുപോലെ അതിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വിച്ച് നിൽക്കുന്ന രീതിയിൽ മൂക്കൊക്കെ നീണ്ട ഒരു രൂപം അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം, ആ കടയ്ക്കകത്തെല്ലാം വലിയ വലിയ പട്ടികളുടെ രൂപം, നായ്ക്കളുടെ രൂപം, ചെന്നായ്ക്കളുടെ രൂപം, കണ്ണ് തിളങ്ങുന്ന കരടികൾ, അതുപോലുള്ള സാധനങ്ങളെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. അസ്ഥികൂടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15 അടി 20 അടി ഉയരത്തിലുള്ള അസ്ഥികൂടമാണ്. അത്ര വലുത്. അതെല്ലാം ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ആ സ്കൂളിൻ്റെ അവിടെയൊക്കെ പോയി. അവിടെ ഞങ്ങൾക്ക് നടന്നപ്പോൾ ഞങ്ങളിത് പാർക്കാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഒരു ലേഡിയുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, ഇങ്ങോട്ട് വന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു, യു വിൽ ഹാവ് ടു ഗോ ടു ദി അതർ സൈഡ്. അപ്പോൾ ഈ അതർ സൈഡ് എന്ന് അത് ഉദ്ദേശിക്കുന്ന ഏത് സൈഡാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഞങ്ങൾക്ക് ആ പാർക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ അത് പാർക്കാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരികെ ഇവിടേക്ക് നടന്നു. അങ്ങനെ അന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം എൻ്റെ കൂടെ ഉള്ളവർ നടന്നു. എനിക്കിന്ന് മതിയായില്ല നടത്താൻ. കാരണം ഇവിടെ അത്രയും സുഖമാണ് നടക്കാൻ. ശേഷം അടുത്തതിൽ